രാവിലെ തന്നെ അങ്ങനെ മൂന്നാർ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നല്ല കിടിലൻ വെതറും കിടിലൻ സീനറി ആയിരുന്നു കേട്ടോ. ഈ തണുപ്പും ഈ കോടയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയെങ്കിലും ചൂടുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. നമ്മളിങ്ങനെ തപ്പി തപ്പി ഒരു കിടിലം ബജി കടയിൽ നിർത്തിയിട്ടോ. ഈ കടയിൽ മാത്രമേ ബജി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി സ്ഥലത്തൊക്കെ മാഗി അങ്ങനെയുള്ള ഐറ്റംസ് ആയിരുന്നു കൂടുതൽ. ഇലയിലൊക്കെയാണ് കേട്ടോ ഈ ബജി തന്നത്. ഏതിലയാണോ എന്തോ അതൊന്നും അറിയത്തില്ല. പക്ഷേ ഈ ചൂട് ബജി, തണുപ്പത്ത് ആ ഒരു കോടയും എല്ലാം ആസ്വദിച്ച് കഴിക്കാതെ കിടിലൻ വൈബായിരുന്നു കേട്ടോ. നമ്മൾ ചായയും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചായ ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചായ അഡിക്റ്റൊന്നും അല്ല, എന്നാലും മേടിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു. ഇനി ഉയരം കൂടുന്തോറും നമ്മൾ ഇനി ചായയുടെ ടേസ്റ്റൊക്കെ കൂടുന്നൊക്കെ പറയത്തില്ലേ. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഇരവികുളം നാഷണൽ പാർക്ക് എത്തിയിട്ടാ. ഇതാണ് നീലഗിരി താറ് വരയാട് എക്സ്റ്റൻഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും കാണാണ്ടാവാം ഇതിനെയൊക്കെ. പിന്നെ ഈവനിങ് ആയപ്പോൾ വിശന്ന് പൊരിഞ്ഞ് കയറി ചെന്നത് ഒരു അന്നപൂർണ്ണ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു കേട്ടോ. അവിടുത്തെ ആ വൃത്തി കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി ഓടി. അടുത്ത് തന്നെ വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ചോറ് കഴിക്കാനായിരുന്നു ആഗ്രഹം, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പൊറോട്ടയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്ത്. ആവറേജ് ആയിരുന്നു, അത് കഴിച്ച് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രൂട്ട് പിക്കിങ്ങിനൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒന്നും ഇല്ല കേട്ടോ. സ്ട്രോബെറി ഫാമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒന്നും സ്ട്രോബെറി ആയിട്ടുണ്ടായിരുന്നില്ല, സീസൺ അല്ലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ കുറേയൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് റൂമിലെത്തി. അവിടെ നിന്ന് ഫ്രൈഡ് റൈസും നൂഡിൽസും കഴിച്ചു. അവൻ നൂഡിൽസും ഞാൻ ഫ്രൈഡ് റൈസും കഴിച്ചു. കിടന്നുറങ്ങി. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. നമ്മളിന്ന് അക്കോമഡേഷനിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുക. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സ്ഥലമൊക്കെ കണ്ടിട്ട് ഡയറക്റ്റ് വീട്ടിൽ പോകാനാണ് കേട്ടോ പ്ലാൻ. ഹോട്ടലിൽ നമുക്ക് തിരിച്ചു പോകാൻ നല്ല വഴിയുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ലൊക്കേഷൻ തെറ്റി വന്ന വഴി കിടിലമായിരുന്നു കേട്ടോ. നമ്മൾ അതുവഴി തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ച്. കിടിലം റോഡാണ് കേട്ടോ, കിടിലം ഭംഗിയാണ് കാണാൻ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഈ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ല, ഭയങ്കര ടെൻഷനായിരുന്നേ. ഈ വഴി പോകുമ്പോൾ തന്നെ കുറേ അരുവിയും വാട്ടർഫോൾസൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. മേ ബി എല്ലാവരും നല്ല വഴി കൂടെ പോയി കാണും. മൂന്നാറിൻ്റെ ഹരിതരമണിയൊക്കെ ആസ്വദിച്ച് മൂന്നാറിനോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടാ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും മന്തി കഴിക്കാൻ കയറി. ഞാൻ മന്തി ലവറാണ്. ഞാൻ മന്തി ഓർഡർ ചെയ്തു. അവൻ ബിരിയാണി ലവർ ആയതുകൊണ്ട് ബിരിയാണി ഓർഡർ ചെയ്ത് മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയി ഗൈസ്.